കേരള ജ്യോതിഷ പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം 53 വർഷം പിന്നിടുമ്പോൾ പൂർവികരായിട്ടുള്ള ഇതിൻ്റെ പൂർവ്വ ആചാര്യന്മാരെയും ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളെയും അവരുടെ പ്രവർത്തന മികവിൻ്റെയും ക്ഷമതയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേരുന്നത്. ജ്യോതിഷം ഒരു ആഗമശാസ്ത്രമാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ ഉൽപ്പത്തി ആർക്കറിയാം? 18 ആചാര്യന്മാർ കൂടി ഇരുന്ന് എഴുതിയുണ്ടാക്കിയതാണ് ജ്യോതിശാസ്ത്രം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. ജ്യോതിഷ സംബന്ധമായി വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഗ്രഹസാമ്യാണ് നമ്മൾ നോക്കണത്. ആ ജാതകത്തിലെ ഗ്രഹങ്ങളെ എന്താ റീഡ് ചെയ്യണത്? അതിന് അനുകൂലമായിരിക്കുന്ന ഗ്രഹനിലയാണോ അപ്പുറത്തുനിന്ന് ചോദിക്കണത്? ജാതക ചേർച്ച എന്ന് പറയുന്ന ഒരു വിഷയം ഒരു ആചാര്യമുഖമായിട്ടൊരു ഗ്രന്ഥം ഇല്ല. ഇത് ഏതൊരു ശാസ്ത്രത്തിനും കാലത്തിൻ്റെ ആവശ്യാനുസരണം പുതിയതായ പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ ശാസ്ത്രത്തിൻ്റെയും നിയമമാണ്, ജ്യോതിശാസ്ത്രത്തിൻ്റെ മാത്രമല്ല. ഗ്രഹസാമ്യം എന്നുള്ളത് വളരെ സാർത്ഥകമായൊരു പ്രയോഗമാണ്. ഞാൻ പറയുന്നത് ഭാരതത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ ആകമാനം ശ്രദ്ധ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ രൂപത്തിൽ ഉയർന്നു വരേണ്ട ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ ആ ശാസ്ത്രം വളരെ ലാഘവബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ സമൂഹത്തിലെ ജ്യോത്സ്യന്മാരെ അവഹേളിക്കപ്പെടുന്നത്. പുത്രോത്ഭവാതക വിമുക്തിമതസ്വധർമ്മ അനുഷ്ഠാനമിന്ദ്രിയ സുഖം ച യഥാവദ്യ വംശസ്ഥിതിം കുലഗുണം പിതൃദേവ പൂജ്യ പാണിഗ്രഹണം വിതനുദേ പുരുഷാർത്ഥ സിദ്ധി. സ്ത്രീജാതകത്തിലെ ദോഷങ്ങൾക്ക് തുല്യമായ ദോഷം പുരുഷജാതകത്തിൽ ഉണ്ടാവണം. ചൊവ്വാദോഷത്തെയോ തത്തുല്യമായിട്ടുള്ള വൈധവ്യ ദോഷങ്ങളെയോ നിസ്സാരമായിട്ട് കണ്ടുകൂടാ. അത്തരം ജാതകങ്ങൾക്ക് ദീർഘായുസ്സുള്ള പുരുഷജാതകമേ ചേർക്കാവൂ എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഏത് നക്ഷത്രങ്ങൾ തമ്മിൽ ചേർത്തിയാലും 10ൽ 10 പൊരുത്തം കിട്ടാനില്ല. ഓരോ പൊരുത്തങ്ങൾക്കും ഓരോ ഗുണങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 10ൽ 10 പൊരുത്തം കിട്ടിയാലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിവാഹ വിഷയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും. സമ്പ്രദായസ്തു ബഹവ സന്ദേഹ പ്രശ്നകർമ്മണി ഗുരുപദേശത്തേഷു ഏകേ സമ്പ്രദായ വിധമര. പല സമ്പ്രദായങ്ങളാണ്. സന്ദേഹ പ്രശ്നകർമ്മണി, പ്രശ്നകർമ്മത്തിൽ ഗുരുപദേശത്തേഷു ഏകേ, അതായത് നമ്മൾ ഗുരുനാഥൻ എന്ത് പറഞ്ഞു തന്നുവോ അതാണ് സമ്പ്രദായ വിധമര, ശ്രേഷ്ഠമായുള്ളത് എന്നാണ്. വിശേഷവിധി, സാമാന്യവിധി. സംസ്കൃതം പഠിക്കുന്നവർക്ക് അറിയാം, ഉക്തിനർത്ഥാന്തരന്യാസ സ്യാൽ സാമാന്യവിശേഷം. അതൊരു അലങ്കാരമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ജാതകങ്ങൾ കാലദേശത്തിനനുസരിച്ച് സൂക്ഷ്മമായി ഗണിച്ചതായിരിക്കും വേണം.